ഹലോ, ഇന്നത്തെ നമ്മുടെ പരിപാടി അവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഒരു ദിവസത്തെ പണിക്കാരനായിട്ട് ജോലി ചെയ്ത എങ്ങനെയുണ്ടാവും അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ അവിടുത്തെ ചായക്കടക്കാരനാണ്. ചായക്കട എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നാട്ടിലത്തെ ചായക്കട. നാട്ടിലല്ല കേട്ടോ, ചെന്നൈയിലെ ചായക്കട. സമയം 6 മണിയാകുമ്പോൾ ഞാൻ ചായക്കടയിലെത്തി. ചായക്കടയിൽ മുതലാളി വന്നിട്ടില്ല, പക്ഷേ അവിടുത്തെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ പരിചയപ്പെട്ട് നേരെ ആൾ പണി തന്നു. ആദ്യം തന്നെ അവിടുത്തെ ടേബിളൊക്കെ തുടച്ച് വയ്ക്കുക, ഗ്ലാസ് ഒക്കെ എടുത്ത് വയ്ക്കുക എന്നുള്ള പണിയായിരുന്നു. രാവിലെ നേരത്തെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ചായക്കടുത്ത ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഞാൻ തന്നെ കുടിച്ചു. അപ്പോഴേക്കും മുതലാളി വന്നു. സമയം ഏകദേശം 8-8:30 കേട്ടോ. മുതലാളി വന്ന് മുതലാളി വേറെ കുറേ പണി തന്നു. അവിടെ വെച്ച ഗ്ലാസ് ഒക്കെ പെറുക്കി തിരിച്ചു കൊണ്ട് വെക്കാനൊക്കെ പറഞ്ഞു. മുതലാളി ആള് കുറച്ച് ദേഷ്യക്കാരനാണെങ്കിലും നമ്മളോടൊക്കെ നല്ല സ്നേഹമൊക്കെ തന്നെയാണ് കേട്ടോ. ചെറുപ്പത്തിൽ വീട്ടിൽ ദേഷ്യം വരുമ്പോൾ പറയായിരുന്നു ചായക്കടയിൽ ചായ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം മനസ്സിലായി എൻ്റെ കഷ്ടപ്പാട് എന്താന്ന്. പിന്നെ മുതലാളി നമുക്ക് ചായ അടിക്കാനൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ആദ്യത്തെ എൻ്റെ ചായ അടിയായി. പ്രത്യേകിച്ച് കൊടുക്കാൻ ഗുരുദക്ഷിണൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചായ മുതലാളിക്ക് കൊടുത്തു. പിന്നെ കുറച്ച് നേരത്തിൽ മുതലാളിയെ കാണാനുണ്ടായില്ല. വയറിളക്കി കാണുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. സമയം 10-10:30 ആകുമ്പോഴേക്കും നല്ല തിരക്കായി കേട്ടോ. കുറേ ജനങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി. നമ്മൾ ചായക്കടയിൽ പോയിട്ട് കുറച്ച് ലൈറ്റ് ചായ, സ്ട്രോങ് ചായ എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുന്നത്. ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ചായ ഉണ്ടാക്കി കൊടുക്കുക അവർ നല്ല പാടുള്ള കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ 10-10:30 ആയിട്ടും തിരക്കിനൊരു കുറവില്ല കേട്ടോ. എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കാൻ എന്നെ ഏൽപ്പിച്ചു. പിന്നെ അവിടെ ഒന്നും നോക്കിയില്ല. ഞാൻ പണ്ടത്തെ എക്സ്പീരിയൻസിൽ അങ്ങോട്ട് ബജ്ജി അങ്ങോട്ട് ചൂടാൻ തുടങ്ങി. റൂമിൽ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അതും വെച്ചിട്ട് കടയിൽ ഉണ്ടാക്കാൻ പോയപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് ഒരു സ്മൂത്ത് ആവുന്നില്ല. പിന്നെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം 1-2 ബജ്ജി ഉണ്ടാക്കാൻ പറ്റി. പിന്നെ കുറേ ബജ്ജി അങ്ങോട്ട് ഉണ്ടാക്കി കൂട്ടി അങ്ങോട്ട് വെച്ചു. ഓരോ ദിവസം എൻ്റെ അറിവിൽ ഒരു 10-500 പേരെങ്കിലും വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ 1000 പേര് കിടക്കും. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം ചായക്കടയിൽ വേണ്ടത് വൃത്തിയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം അത്രയും കുപ്പകൾ വരികയാണേ. ഓരോ ഭക്ഷണം കഴിച്ച ആൾക്കാർ താഴെയിലിടണം സിഗരറ്റിൻ്റെ ബഡ്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോരണം, ക്ലീൻ ചെയ്യണം. പിന്നെ അത് തന്നെയായിരുന്നു എൻ്റെ പണി ഫുൾ ടൈം. അതൊക്കെ കഴിഞ്ഞ് നടന്നു നിർത്താൻ പറയുമ്പോഴേക്കാണ് നമ്മളെ ജ്യൂസ് അടിക്കാരൻ ഏട്ടൻ വന്നിട്ട് വാ നമുക്ക് കുറച്ച് ജ്യൂസ് അടിക്കുക പറഞ്ഞത്. ആൾക്ക് എവിടേക്കോ പോകണം അത്ര ഞായറാഴ്ച കൊണ്ട്. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ച് ജ്യൂസ് അടിക്കാൻ. പിന്നെ 1-2 ലൈം സോഡയും 1-2 ഷേക്കൊക്കെ അടിച്ചു കൊടുത്തപ്പോഴാണ് ഒരു സെറ്റായത്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ പണി അങ്ങോട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചെടുത്തു. എഞ്ചിനീയർ അല്ലേ, എല്ലാ പണിയും നമ്മൾ ചെയ്യും. ഉച്ചയാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആവേശത്തിനൊരു കുറവ്. പരിപാടി പകുതിയിൽ ക്യാൻസൽ ചെയ്താലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാലത്ത് നേരത്തെ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ല ആവേശമായിരുന്നു കേട്ടോ. പിന്നെ എന്തോ എവിടെയോ ഒരു മിസ്സിങ്. അപ്പോൾ ഇരുന്നതൊക്കെ മതി, ഉള്ള ടാബിളൊക്കെ ഒന്ന് തുടച്ചു വിട് കേട്ടോ. അവിടെ പുറത്തൊക്കെ അടിച്ചു വരയ്ക്കഞ്ഞോ. ഓക്കെ, എന്നാൽ പിന്നെ ടാബിളൊക്കെ ഒന്ന് തുടച്ചു വിട്ടാളി. രാവിലെ നേരത്തെ തുടങ്ങുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൂപ്പരെ കടയത്തെ പണിക്കാരനായിട്ട് തന്നെ തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് എന്നെ പണിയിപ്പിക്കാൻ തുടങ്ങി. സംഭവം നമുക്കും അത് തന്നെയാണ് വേണ്ടത്. ഈ ക്ലീനിങ്ങും കടയിലെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഈ ചെയ്യുന്ന പണികൾക്കൊന്നും വലിയ പണിയുള്ളതല്ല. ഏറ്റവും വലിയ പണി എന്താ അറിയോ? പല ആൾക്കാരെ നമ്മൾ കാണണം, പല ആൾക്കാരുടെ പെരുമാറ്റവും നമ്മൾ സഹിക്കണം. അവിടെയാണ് നമ്മൾ തളരുക. പണ്ടൊക്കെ കേട്ടിട്ടുണ്ടേ, ഈ ചായക്കടയിൽ നിൽക്കുന്ന ചെക്കന്മാർക്കൊക്കെ പണ്ട് തല്ലൊക്കെ കിട്ടും അത്രേ, ഈ ചായ ഗ്ലാസ്സൊക്കെ താഴെ വീണ് പൊട്ടിക്കുക കഴിഞ്ഞാൽ. എന്താ അല്ലേ, അപ്പോൾ എത്രത്തോളം കഷ്ടമുള്ള ജോലിയായിരിക്കും ആലോചിച്ച് നോക്കിയേ. പിന്നെ രാത്രി ആകുമ്പോൾ വീണ്ടും ക്ലീനിങ്. ഒരു സന്ധ്യ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ക്ലീനിങ് ആണ്. ഒരു 10 ഓരോ മണിക്കൂറോടും ക്ലീൻ ചെയ്യണം. അതാണെങ്കിലോ ഈ കാണുന്ന മൊത്തം സിഗരറ്റ് ബഡ്സാ. ഇത്രയും പുകയാണ് ഈ കടയിലുള്ള ഓരോ സ്റ്റാഫും വലിച്ചു കയറ്റുന്നത്. ഓരോ ചായക്കടയ്ക്കും ഓരോ ജീവിതം പറയാനുണ്ട്. അത് നമുക്ക് ആ ചായക്കടയിൽ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പുറത്തെ ക്ലീനിങ് മൊത്തം ഒരുവിധം കഴിഞ്ഞു. കഴിയുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ് കേട്ടോ. വന്നപ്പോൾ തുടങ്ങിയ പണിയാണ് ഈ ക്ലീനിങ്. നമ്മൾ ക്ലീൻ ചെയ്തവിടെ പോയാൽ തന്നെ വീണ്ടും ആൾക്കാരവിടെ കൊണ്ട് കുപ്പിയിട്ടുണ്ട്. കാരണം അവരവിടുത്തെ കസ്റ്റമറാണ്. നമ്മുടെ ജോലി ക്ലീൻ ചെയ്യലും അവരുടെ ജോലി ഇതന്നെയാണല്ലോ. പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയാം. അത് പറഞ്ഞിട്ട് ഏത് ജോലിയാണെങ്കിലും അതിൻ്റെ ആത്മാർത്ഥത കുറച്ച് കൂടിയത് കൊണ്ട് അഭിനയിച്ചില്ല. ഞാൻ അങ്ങോട്ട് ശരിക്കും ഒരു പണിക്കാരനെ അങ്ങോട്ട് ചെയ്തു. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ രാത്രി ഏകദേശം 9 മണിയായി. പിന്നെ അപ്പോഴേക്കും മുതലാളി പറഞ്ഞു ഉൾഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ, കഴുകിയിട്ടോ പറഞ്ഞു. അപ്പോൾ ഉൾഭാഗം ഫുള്ള് ക്ലീൻ ചെയ്ത് ടേബിളൊക്കെ ഒന്ന് ഒതുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പണിയിലോട്ട് ഞങ്ങൾ കടന്നു. ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം കണ്ടന്റ് മാത്രമല്ല കേട്ടോ. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഓരോ ചായക്കടയിൽ പോകുമ്പോഴും ആ ചായക്കടയത്തെ പിള്ളേരും അവിടെ ചെറിയ പിള്ളേർ പണിയെടുക്കുന്നുണ്ടാവും. അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് നമ്മൾ വിചാരിക്കേണ്ടത് ജസ്റ്റ് അവന്മാരെ ചായ ഗ്ലാസ് കൊണ്ട് വയ്ക്കുന്നു, തുടച്ചിരുന്നു, ഇതിലിപ്പോൾ എന്ത് പണിയുന്നു. നമ്മൾ ശരിക്കത്തെ അവിടുത്തെ പണി മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എല്ലാ ജോലിയും നമ്മൾ അതേപോലെ റെസ്പെക്ട് ചെയ്യണം. ഓരോരുത്തരുടെ ജോലിയും നല്ലപോലെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ അർത്ഥം ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എപ്പോൾ പോയാലും നമ്മൾ ആരെ കണ്ടാലും അവരുടെ ജോലിയെ പുച്ഛിക്കേണ്ട. അറ്റ്ലീസ്റ്റ് അവർ ജോലി എടുത്തിട്ടാണല്ലോ ജീവിക്കുന്നത്. 2 കാലിൽ നിന്നിട്ടല്ലേ, പിച്ചെടുത്തിട്ടൊന്നും അല്ലല്ലോ എന്ന് കാര്യം ആലോചിച്ചാൽ മാത്രം മതി. എല്ലാം ക്ലീൻ ചെയ്ത് ടേബിളൊക്കെ അടുക്കി കഴിയുമ്പോൾ സമയം ഏകദേശം 9-9:45.
പിന്നെ ഞാൻ നേരെ എൻ്റെ മുതലാളിയുടെ അടുത്ത് പോയി ഒരു ഷെയ്ക്ക് ഹാൻഡും കൊടുത്തു. ഇന്നത്തെ ദിവസത്തിന് എനിക്കിവിടെ ഷൂട്ട് ചെയ്യാൻ അവസരം തന്നതിന് മുതലാളിയോട് താങ്ക്സും പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.